ഞാൻ അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിള്ളേരെല്ലാം കൂടെ ഒന്ന് ഊട്ടി കൊടൈക്കനാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിനക്ക് ലീവ് കിട്ടുമോ നീലു? ലീവൊക്കെ കിട്ടും. ഞാൻ അങ്ങനെ ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ ഈ വർഷം. അപ്പൊ ഒരു കൈ നോക്കല്ലേ, പോവാം. 5 ദിവസം പോവാന്ന് വെച്ചാലേ റൂം, യാത്ര എല്ലാം കൊണ്ട് കുറെ ക്യാഷ് ആവും. ഞാൻ ഇല്ല, ശരിയാവൂല. അല്ല പിന്നെ അല്ല ക്യാഷ് എത്ര ആവും ചോദിച്ചാൽ ഒരു 80,000 രൂപ ആവും. അശ്ശോ, 80,000? നമ്മളിവിടെ പോയല്ലേ ഈ 80,000 രൂപയ്ക്ക് നമ്മളിവിടെ പോയി. ഒരു കാര്യം ചെയ്യുന്നില്ലോ, ഓഫീസിൽ നിന്നേ ഒരു 25,000 രൂപ നമുക്ക് അഡ്വാൻസ് വാങ്ങിക്കാം. പിന്നെ ഒരു 25,000 രൂപ കടം വാങ്ങിക്കാം. എവിടുന്ന്? നിന്റെ ഓഫീസിൽ നിന്നേ. നമ്മളെ സുഷമ്മയുടെ ചോദിച്ചാൽ 25,000 രൂപ കടം തരുമല്ല. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ആകുമ്പോൾ തന്നെ 50,000 രൂപയായി. പിന്നെ ഒരു 30 രൂപ. നിന്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ട്? എന്തിനാ? ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞിരിക്കാൻ? മൊത്തം എന്നെ വഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ എന്നെ തന്നെ വഹിച്ചോണം എല്ലാ കാര്യത്തിനും. ആ സ്വർണ്ണം ഉണ്ടെങ്കിൽ എടുത്ത് പണയമെങ്കിലും വയ്ക്കായിരുന്നു. ഉണ്ടെങ്കിൽ പണയം വെക്കായിരുന്നു. മാറ്റി വെച്ചിരുന്ന മാലയാണ് ആക്രിക്കാരനും കൊണ്ട് പുഴുങ്ങി കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് വിധിച്ചിട്ടില്ല, ടൂറ് പോകണ്ടെന്ന് വയ്ക്കാം. എനിക്ക് പിള്ളേർ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. എനിക്ക് അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം പറഞ്ഞത്. പോകണ്ടല്ലേ ഒന്ന്? ബാലുവിന് പോകണമെന്നുണ്ടോ? പോകണമെന്നുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകണം. നീലു ഒരുപാട് നാളായില്ലേ നീലു ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മനസ്സൊക്കെ തുരുമ്പിച്ച് ദ്രവിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. പല അമ്പലങ്ങളിലും പോയി വഴിപാടൊക്കെ നടത്തി. ക്ഷേത്ര ദർശനത്തിനേക്കാൾ വലിയ ദർശനം ഉണ്ടോ നീലു? അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരട്ടെ. അവിടെ ചെന്ന് എങ്ങനെയാലും ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്യാം. ബാക്കി ഒരു 30,000 രൂപ ബാലു അറേഞ്ച് ചെയ്യാം. അല്ല, ഞാൻ ഇവിടെ പോയി. എന്റെ പൈസ ഒന്നുമില്ല നീലു. കിട്ടും. ഞാൻ ശ്രമിക്കാം. കിട്ടിയാ കിട്ടുമല്ല, കിട്ടിയാ പോവും. കിട്ടിയാലേ പോവുള്ളൂ, അല്ലെങ്കിൽ പോവൂല. പോണം, നമുക്ക് പോണം. ഞാൻ നോക്കാം കേട്ടോ. നോക്കാല്ല, നോക്കിക്കോ. അതെ വാസി, തരാം. എനിക്കറിയാം, നല്ല ഓർമ്മയുണ്ട്. അതന്ന് നീല് ഏറ്റല്ലേ നിന്റെ പൈസ തരാന്ന്. അളിയ ഇത് അതൊന്നും അല്ലടാ. എടാ എനിക്ക് ഒരു 25,000 രൂപ തരണം. പറ കേട്ട്. ഞാൻ പറഞ്ഞ കേള്. ഞാനും പിള്ളേരായിട്ട് ടൂറ് പോകണം. ഇപ്പം എൻ്റെ കയ്യിൽ വല്ലതും വേണ്ടടേ. തരാടാ, ദൈവത്തിനാണ് തരാം. ഞാൻ തന്നില്ലെങ്കിൽ അവള് തരും. ഉറപ്പ്. തരാം. ശരി. പറഞ്ഞു പോടാ. അതെ വായിരിക്കണം തെറി മൊത്തം ഞാൻ കേട്ട് കണ്ടവൻ്റെ ഇരിക്കണം. പോ. ഞാനേ ഓഫീസ് വരെ പോയിട്ട് വരാം. അമ്മേ ഒന്ന് ആഞ്ഞു പിടിച്ചോട്ടോ. ശിവ, അമ്മയ്ക്ക് അത് അറിഞ്ഞൂടെ? അമ്മേ പൈസ കിട്ടിയാൽ നാളെ തന്നെ പോണേ. നാളെ ഇത് പോകാൻ പറ്റില്ല, ഇത്രയും ദിവസത്തേക്ക് പോകണല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാ നമുക്ക് മറ്റന്നാ പോവാം. ഞങ്ങൾ അമ്മ അലക്കാനൊക്കെ സഹായിക്കാം. എന്റെ ബാലു, നമ്മൾ ഇത്രയും പേര് പോവാണ്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്തോരം കാശാവെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞ ഇതൊരു ആവശ്യമില്ലാത്ത യാത്രയായിരുന്നു. അമ്മ എന്താ, നമ്മള് ടൂറിന് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം സന്തോഷത്തോടെ. അല്ലാണ്ട് ഒരുമാതിരി ഓടക്ക് വർത്താനം പറയണം. ഇത് എന്താ ഇങ്ങനെ? പൈസ ഇല്ലാതെ വീടിന്റെ മുറ്റത്ത് കയറണ്ട. ശിവ, അമ്മയുടെ അങ്ങനെ സംസാരിക്കരുത്. അമ്മ പൈസ കൊണ്ടുവരും. ഇല്ലടേ, അമ്മ ഓഫീസിൽ നിന്നൊന്നും അല്ല പൈസ മേടിക്കുന്നേ. അമ്മയുടെ കയ്യിൽ പൂത്ത കാശ. പിന്നെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാവോ? അതിനെന്തോ വേണം നിനക്ക്? പിന്നെ അർത്ഥയ്ക്ക് ഉപയോഗിക്കാത്ത കുട്ടമ്പിളരെ മോളല്ലേടാ. പെട്ടെന്ന് പോകുന്നില്ല, സമയമായി. ബാങ്കിൽ പോണ്ടേ, അല്ല ഓഫീസിൽ പോണ്ടേ. രാത്രി സമയം എത്രയായി? അമ്മ കാണുന്നില്ലല്ലോ. അമ്മയെ ഫോൺ ചെയ്തിട്ട് പൈസയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ, അതിന്റെ ഉള്ളില് ആരോ കൊണ്ടുവന്ന് കൈയിടാൻ പറഞ്ഞ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ജട. എന്താടി അവനാ? സോറി, ചേട്ടന്റെ ഒരു ജട. അമ്മക്ക് ഇനി പൈസ കിട്ടി കാണത്തില്ലായിരിക്കും. ഇനി അതുവല്ലോ ആണോ? ഡാ, നീ എന്നാ ആകൃതം നിന്റെ വായനുള്ളിക്കിട്ട് ഒന്നിന്റെ പ്രാർത്ഥിക്കൊന്ന്. എന്റെ കൃഷ്ണ, അമ്മക്ക് പൈസ കിട്ടണേ. ഉറങ്ങല്ലച്ചാ. എന്തൊരു കഷ്ടം. അമ്മ
അമ്മ എത്തിന്ന്. വന്നാ? ആ വലിക്കല്ലേ ശിവ, കൈവിട്. എന്താ അമ്മ വൈകിയേ? വൈകിയതാ? കന്യാകുമാരില്ലേ അസ്തമയം കണ്ടിട്ട് വരാ, അതാ വൈകിയേ. എന്നാ പൊന്നു ഉദയം കൂടി കണ്ടിട്ട് ഇങ്ങ് വന്നാ പോരെ? ഓടി അവിടുന്ന്. ഓ എന്താ അമ്മ കവറിലെ? കവർ ചെയ്തിട്. അമ്മ എന്താ? ഓഫീസിൽ നിന്ന് കാശ് കിട്ടിയാ? കാശാ? ഏത് കാശ്? കാശ് കിട്ടിയില്ലേ? നാളെ വണ്ടി ഇവിടെ എത്തും. വണ്ടിയാ? ആ ടൂർ പോണ്ടേ? ടൂറാ? കാശ് കിട്ടിയില്ലേ? ഇപ്പൊ വരാട്ടോ, ഈ കവർ വെച്ചിട്ടും വരാം. അച്ഛാ അമ്മ സീൻ ടൈറ്റ് ആക്കുവാണോ? നീ പേടിക്കണ്ടാ, കാശ് കിട്ടി കാണൂല. കിട്ടി കാണും, നീ ധൈര്യമായിട്ടിരി. കിട്ടി കാണുമല്ലേ? എല്ലാരും അപ്പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് നേരത്തെ കിടക്കാം, വെളുപ്പിനെ എണീക്കണ്ടല്ലേ. വാ. എന്ത് പറ്റി? എന്തും മിണ്ടാത്ത? പോക്ക് കിടക്കുവോ? പോക്ക് നടക്കും, പക്ഷെ നടന്നു പോണ്ടി വരും. അത് അമ്മ അമ്മ ചാട കാണിക്കല്ലേ? കാറിന് റേറ്റ് ഒക്കെ പറഞ്ഞു ഒപ്പിച്ചിരിക്കുക. പൈസ കിട്ടിയില്ലയോ? കിട്ടിയില്ല. അല്ല അന്ന് അങ്ങനെ പറഞ്ഞാ നിനക്കും സഹിക്കാൻ പറ്റില്ല, എനിക്കും സഹിക്കാൻ പറ്റില്ല. ആ അതുകൊണ്ട് പൈസ കിട്ടി. കിട്ടിയാ? മതി. ഒരുപാട് ജോലിയുണ്ട്. ഭക്ഷണം നേരത്തെ അയച്ചിട്ട് നേരത്തെ കിടക്കണം, കാരണം നാളെ വെളുപ്പിനെ എണീറ്റിട്ട് പാക്കിങ്ങും എല്ലാം ഉള്ളതാണ്. ബാ 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 പെട്ടെന്ന് വാ. നീ കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല. അച്ഛന്റെ ഷെയറിന്റെ കാര്യം ഓർക്കുമ്പോ മനസ്സിൽ തീയാ വരുന്നേ. ഡാ നീ എന്റെ മൂഡ് കളയല്ലേടാ. എന്റെ മനസ്സ് പൂട്ടിയില്ല, അവിടെ ഭയങ്കര തണുപ്പാ. എന്റെ മനസ്സേ അച്ഛന്റെ പൈസയുടെ കാര്യം ഓർക്കുമ്പോ ഞാനിപ്പോ അവിടുത്തെ സൂയിസൈഡ് പോയിന്റ് മരിക്കാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കിടക്കണില്ലേ? കിടക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തേ? ഞാൻ തലവത്ത് ഇന്ന് ആ 30,000 ഉണ്ടാക്കാൻ പറ്റൂല എന്നെ കൊണ്ട്. നീ ഉണ്ടാക്കുക, ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ബാലു ടെൻഷൻ അടിക്കണ്ട. ഓഫീസിൽ നിന്ന് 50,000 രൂപ മേടിച്ച് സുഷമയുടെ ഇന്ന് രാവിലെ 30,000 രൂപ മേടിച്ച് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. കിടന്നിറങ്ങിക്കോ കേട്ടാ. നീ ആണടി ഉത്തമയായ ഭാര്യ.